പ്രിയ വിദ്യാർത്ഥികളെ, +1 കെമിസ്ട്രിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ്. ജോൺ ഡാൽട്ടൺ 1808 ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പ്രൊപ്പോസ് ചെയ്തത്. എന്താണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അറ്റോമിക് തിയറിയുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യവും നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. നമ്മളിവിടെ കേട്ട് പരിചയിച്ചിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് അറ്റോമിക് തിയറിയുടെ 4 പോസ്റ്റുലേറ്റ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന കെമിസ്റ്റ് 1808 അറ്റോമിക് തിയറി പ്രൊപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ്. എല്ലാ സബ്സ്റ്റൻസിൻ്റെയും എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വിഭജിക്കാനാവാത്ത കണികയാണ് അല്ലേ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അതാണ് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇൻഡിവിസിബിൾ എന്നാണ് അല്ലേ, വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഓൾ ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മളൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, എലമെന്റ് നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടതാണ്. അതിൽ 118 എലമെന്റ് ആണ് ഇതുവരെയും നമ്മൾ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ ഓരോ എലമെന്റിന്റെയും പ്രത്യേകതയാണ് എന്താണ്? ഓരോ എലമെന്റ് എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റംസ് എങ്ങനെയുള്ളതാണ്? ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് ആണ്. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസിലും, സൈസ്, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, മാസ്, അങ്ങനെ തുടങ്ങി എല്ലാ പ്രോപ്പർട്ടീസിലും ഒരുപോലെയുള്ള ഐഡന്റിക്കൽ ആയിരിക്കും ഒരു എലമെന്റ് എടുത്താൽ അതിലെ എല്ലാ ആറ്റംസും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓൾ ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിക്കേ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒക്കെ പഠിച്ചു അല്ലേ. എന്തായിരുന്നു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ പറഞ്ഞത്? ഒരു കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കോമ്പൗണ്ട് ആ ഒരു കോമ്പൗണ്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫിക്സഡ് റേഷ്യോയിൽ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ മാത്രമേ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത കോമ്പൗണ്ട് കിട്ടുമോ? ഇല്ല, അതേ ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യണം. അതാണ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ എന്നതാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയുടെ മൂന്നാമത്തെ പോയിന്റ്. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ദിസ് ആർ നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഏത് ലോ ആണിത്? നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ കണ്ടു അല്ലേ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻസ് മാത്രമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ആറ്റമും ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ പുതുതായി ഒരു ആറ്റം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റംസ് നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ആവുന്നു, അത് പുതിയ കോമ്പൗണ്ട്സ്, പുതിയ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ലോയുമായി നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്തുമാത്രമാണ് അവിടെ നടക്കുന്നത്? റിയാക്ഷൻസ്, റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ H+Cl കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവുമ്പോൾ അവിടെ ഒരു റീഓർഗനൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും അതെ, ആറ്റംസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ പുതുതായി ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാലാമത്തെ ഇക്വേഷൻ.
Dalton's atomic theory could explain laws of chemical combination. നമ്മൾ കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്താണെന്നുള്ളത്. ഡാൾട്ടൺസ് തിയറി വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ ലോസിനെയും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമ്മളിവിടെ കണ്ടു അല്ലേ, ഏതാണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലൊക്കെ എന്താ നമ്മൾ കണ്ടത്, ആ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇവിടെയും നമ്മൾ അത് തന്നെ പറഞ്ഞത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ, അതിൽ പറഞ്ഞ കാര്യം എന്താണ്, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ എല്ലാ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനും നമുക്ക് ഡാൾട്ടൺസ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ? ഇറ്റ് കുഡിൻ എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് ഗേഷ്യസ് വോളിയം. ഗേഷ്യസ് വോളിയത്തിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്ന് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്ന പല തിയറികളും ലോസും വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക.